നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങട്ടാ നോക്കേണ്ടത്? അതിൽ നബി തിരുമേനിക്ക് വ്യക്തമായ നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താ? കാന ഇദാ സല്ലാ റഅസഹു വറമാ ബിബസരിഹി നഹ്വൽ അർളി. ഇമാം ബൈഹഖിയും ഹാക്കിമും നിവേദനം ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ തല താഴ്ത്തും. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധല്ല. തല സുജൂദിന്റെ സ്ഥാനത്തേക്ക്. വറമാ ബിബസരിഹി, തന്റെ ദൃഷ്ടിയെ നബി എറിയും. നഹ്വൽ അർളി, ഭൂമിയുടെ നേരെ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് ഇങ്ങനെ ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് നബി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാറുള്ളത്. അങ്ങനെയാണ് നബി നിർവഹിച്ചത്. മാത്രല്ല, ഭക്തിയുടെ പേരിൽ നമ്മൾ ചില ആൾക്കാർ കണ്ണ് ചിമ്മാറുണ്ട്. അതിന് പ്രവാചക ചര്യയിൽ തെളിവില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കണ്ണിങ്ങനെ ചിമ്മി നിന്നാൽ കൂടുതൽ ഭക്തി നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഫുഖഹാക്കൾ തന്നെ പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്നത് അനാവശ്യമായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നിൽക്കണം. നബി അങ്ങനെയാണ് നിന്നത്. നബി കണ്ണ് ചിമ്മിയിട്ടില്ല. പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ കറാഹത്തായ വല്ല വസ്തുക്കളും നമുക്ക് ഒഴിച്ചിടാൻ പറ്റാത്തത് വല്ലതും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് നോട്ടം പോകാതിരിക്കാൻ വേണ്ടി കണ്ണ് ചിമ്മാം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഭക്തിക്ക് വേണ്ടിയിട്ട് കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുക എന്നുള്ളത് ശരിയല്ല. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ടാണ് പ്രവാചകൻ നിസ്കരിച്ചിട്ടുള്ളത്. പിന്നെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ തക്ബീറാൻ കെട്ടിയാൽ പിന്നെ പള്ളിയിൽ വരുന്നവരും പോണോലും ഒക്കെ അവന്റെ കമ്പ്യൂട്ടറിൽ വരും. സകല മനുഷ്യന്മാരും വരും. അങ്ങോട്ട് മുന്നിലേക്ക് നോക്കി കലണ്ടറിൽ നിന്ന് എത്ര ഡേറ്റ് എന്ന് കാണും, സമയം ഇപ്പം എത്ര ചെയ്യുന്നു കാണും. ആരെങ്കിലും പേജർ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ആരെടുത്തുനിന്നാ നോക്കും. അവൻ അതെടുത്ത് നോക്കിയോ എന്ന് വേണമെങ്കിൽ ശ്രദ്ധിക്കും, അത് ഓഫാക്കിയോ എന്ന് ശ്രദ്ധിക്കും. ആരൊക്കെ വന്നത് പോയത്, ഇപ്പം എത്ര ആൾ പോയി. ഇങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ട് ചിലർ ഇങ്ങനെ ഭക്തിയോണ്ട് മേലോട്ടൊക്കെ ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തിട്ടുണ്ട്. വകാന യൻഹാ അൻ റഫ്ഇൽ ബസരി ഇല സമാ. കണ്ണിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ദിക്ർ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഭക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടുന്നല്ലോ. അത് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ചില ആൾക്കാർക്ക് പതിവുണ്ട്. നബി അത് വിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകാശത്തേക്ക് നോക്കരുത്. അതിന്റെ ഗൗരവസ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ഫിസ്സലാ ഔ ലാ തർജിഉ ഇലൈഹിം ഔ ലതഖ്തിഫന്ന അബ്സാറഹും. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആകാശത്തിലേക്ക് ഇങ്ങനെ മേലോട്ട് നോക്കുന്ന സമ്പ്രദായം ആളുകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ലയൻതഹിയന്ന, അവർ അവസാനിപ്പിക്കട്ടെ. നിർദ്ദേശം അവസാനിപ്പിക്കട്ടെ അവരാ ഏർപ്പാട്. എന്താ കാരണം? മേലോട്ടാക്കിയ കണ്ണ് തിരിച്ചു വന്നില്ലെങ്കിലോ അള്ളാഹുടെ ചോദ്യം. അതങ്ങ് റാഞ്ചിപ്പോയപ്പെട്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? മേലോട്ടാക്കിയ കൃഷ്ണമണി ഇങ്ങോട്ട് താഴോട്ട് താഴ്ത്താ വരാതിരിക്കാൻ റബ്ബിന് കഴിയും. അതുകൊണ്ട് സൂക്ഷിച്ചോളി. മേപ്പോട്ട് ഇങ്ങനെ ആക്കിയ കണ്ണ് ചിലപ്പോൾ താഴത്തേക്ക് വന്നോളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നിൽക്കാരം കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ മേലോട്ട് നോക്കുന്ന സമ്പ്രദായം നിർത്തിയിട്ട് വിനയത്തിൻ്റെതായ രൂപത്തിൽ ഇങ്ങനെ തലതാഴ്ത്തി നിന്ന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.